ഹായ്, നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗ്രാമറിൽ അത്രയ്ക്കൊന്നും ശ്രദ്ധിക്കപ്പെടാത്തത് എന്ന് പറയാവുന്ന ഒന്നാണ്. ഈ ടോപ്പിക്ക് ഇൻവെർഷൻ എന്നാണ് അറിയപ്പെടുക. ഇൻവെർഷൻ ഇതെന്താണ് എന്നുള്ള കാര്യം നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും. അതിനു മുമ്പ് നമുക്ക് ആദ്യം ചില വാക്കുകൾ ഒന്ന് പരിചയപ്പെടാം. ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് നോട്ട്സിൽ പേജ് നമ്പർ 34 ഈ ഐറ്റം ഞാൻ തന്നിരിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിൽ തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ മിസ്റ്റേക്കുകൾ കൂടി നോട്ട്സിൽ ഒന്ന് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇൻകംപ്ലീറ്റുമാണ്, അതുപോലെ അതിൽ ചില മിസ്റ്റേക്സും വരുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ എന്താണെന്ന് നോക്കാം. ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു കൂട്ടം വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ്. ഓരോ ആശയത്തെയും എക്സ്പ്രസ് ചെയ്യാൻ ഓരോ വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ലാംഗ്വേജ് എന്ന സംഗതി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ, ഈ വാക്കുകളെല്ലാം ഓരോ ഘട്ടങ്ങളിൽ ഡെവലപ്പ് ചെയ്തു വന്നവയാണ്. അതായത് ഭാഷ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട്. നമ്മളൊക്കെ മൃഗങ്ങളെ പോലെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉപയോഗിച്ച് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മൾ ഭാഷ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓരോന്നിനെയും റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഓരോ വാക്കുകൾ ഉണ്ടാക്കിയെടുത്തു. അത് പല രൂപത്തിലൊക്കെ ആയിരിക്കാം. ഇപ്പോൾ പുറത്ത് ഒരാൾ പോയി നോക്കിയിട്ട്, ഒരു കുട്ടി പോയി നോക്കിയിട്ട് പെട്ടെന്നകത്തേക്ക് വരുന്നു. പുറത്തൊരു ജീവിയെ കണ്ടു. ആ ജീവി എന്താണ് എന്ന് ആ കുട്ടിക്ക് അമ്മയോട് പറയണം. ഓക്കെ, അപ്പോൾ ആ അമ്മയോട് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടി ചെയ്യുന്നത് ആ ജീവിയുടെ ശബ്ദത്തെ ഇമിറ്റേറ്റ് ചെയ്യാണ്, ശബ്ദത്തെ അനുകരിക്കുകയാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലെ കാക്കയെ അറിയാലോ. കാക്ക മീൻസ് കറുത്ത ബോഡി, അത്ര തിളക്കമില്ലാത്ത കറുപ്പുള്ള ബോഡി, ഒരു ഗ്രേ കളർ വരുന്ന കഴുത്തും തലയും, ഇങ്ങനെ വരുന്ന വലിപ്പമില്ലാത്ത കാക്കയാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ളത്. ഈ കാക്ക കരയുന്ന സൗണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ? കാ കാ എന്നാണ്. അതുകൊണ്ട് തന്നെ ആവണം ഏതോ ഒരു കുട്ടിയോ മുതിർന്നയാളോ ഈ കാക്കയുടെ ശബ്ദത്തെ അനുകരിച്ച് അതിന് പേരിട്ടത്. കാ കാ എന്ന് കരയുന്ന പക്ഷി കാക്കയായി മാറി. എന്നാൽ നമ്മൾ കാണുന്ന കറുത്തീരിണ്ട തിളങ്ങുന്ന കറുപ്പ് നിറമുള്ള ഒരു കാക്കയില്ലേ, നല്ല വലിപ്പമുള്ള, തലയൊക്കെ നല്ല പ്യുവർ ബ്ലാക്ക് ആണ്. അങ്ങനെ വരുന്ന ആ കാക്ക നമ്മൾ ബലിക്കാക്ക എന്ന് പറയും അല്ലെ. ഈ കാക്കയുണ്ടല്ലോ, ഇതിന്റെ കരച്ചിൽ അല്പം ബാസ് കൂടുതലാണ്. ക്രോ ക്രോ എന്നാണ് അല്ലെ. ഈ കാക്കയാണ് യൂറോപ്പിലുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കണം അവരവിടെ ഈ പക്ഷിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ CROW ക്രോ എന്ന വാക്ക് യൂസ് ചെയ്തത്. ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉണ്ടാക്കുന്ന രീതി നമ്മൾ നേരത്തെ ഒരു ടോപ്പിക്കിൽ പഠിച്ചതാണ് അല്ലെ, ഓനമറ്റോപ്പിയ എന്ന് പറയുന്ന രീതി. ഇങ്ങനെയൊക്കെ പല രൂപത്തിലായിരിക്കും നമ്മൾ വാക്കുകൾ ഉണ്ടാക്കിയെടുക്കുക. ഈ വാക്കുകളുടെ ഒറിജിൻ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ വാക്കുകൾ ഉണ്ടായത് എന്ന് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. അതിന്റെ പേരാണ് എറ്റിമോളജി. ഓക്കെ, എറ്റിമോളജി. ഇതുകൊണ്ടാണ് നിങ്ങൾ ഡിക്ഷണറി നോക്കുമ്പോൾ, നല്ല ഡിക്ഷണറി ആണെങ്കിൽ അതിൽ ചിലപ്പോൾ ETY എന്നിട്ടൊരു കുത്തിട്ടിട്ട് കുറെ വാക്കുകൾ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് തരും. ഓക്കെ, നിങ്ങളിപ്പോൾ മാംഗോ എന്ന വാക്കൊരു നല്ല ഡിക്ഷണറി നോക്കിയാൽ ആദ്യം നിങ്ങൾ കാണുന്നത് മാങ്കായ് എന്ന വാക്കാണ്. MANGGAY, മാങ്കായ് എന്നൊരു വാക്ക് കാണും. ഇത് മലായ് ഭാഷയിൽ ഉണ്ടായതായതുകൊണ്ട് അതിനെ ബ്രാക്കറ്റിൽ മലായ് എന്ന് എഴുതിയേക്കും. ഒരാരോ മാർക്ക് കൊടുത്തിട്ട് മാംഗോയ് മാംഗോയ് എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ എഴുതിയേക്കും പോർട്ടുഗീസ്. ഓക്കെ, പോർട്ടുഗീസ് ഭാഷയിലാണ് മാംഗോയ് എന്ന വാക്കായി മാറിയത്. തുടർന്ന് അത് മാംഗോ ആയിട്ട് മാറുകയായിരുന്നു ഇംഗ്ലീഷിൽ. ഇനി ഈ മാംഗോ എന്ന വാക്കിനെ നമ്മൾ പറഞ്ഞു മാറ്റിയെടുത്താണ് മാങ്ങ. മാംഗോ മാംഗോ മാങ്ങോ മാങ്ങോ അവസാനം മാങ്ങ എന്നാക്കി മാറ്റിയാണ് നമ്മൾ മാംഗോ എന്ന വാക്കുണ്ടാക്കിയെടുത്തത്. സോറി, മാങ്ങ എന്ന വാക്കുണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതുപോലെ ഒരു വാക്ക് എങ്ങനെ ഉത്ഭവിച്ചു എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തിന്റെ പേരാണ് എറ്റിമോളജി. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ്, കൺഫ്യൂസിംഗ് ആണ്, ശ്രദ്ധിച്ചോളാം. ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ്. ലാംഗ്വേജ് അല്ല, ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് എറ്റിമോളജി. നോട്ട്സിൽ ലാംഗ്വേജ് എന്നാണ്, അത് മാറ്റിയിട്ട് വേർഡ്സ് എന്നാക്കണം കേട്ടോ. ഇനി അടുത്തിലേക്ക്. ഒരു വാക്കിന്റെ അർത്ഥം, ഈ അർത്ഥം കാലങ്ങളിലൂടെ മാറും. ഒരു വാക്കിന് നിലവിലുള്ള അർത്ഥം ക്രമേണ മാറി വന്നേക്കാം. ഓരോ നൂറ്റാണ്ട് കഴിയുന്തോറും ഇതിന്റെ അർത്ഥത്തിന് വ്യത്യാസം വന്നേക്കാം. ഏറ്റവും നല്ല എക്സാമ്പിൾ ജീസസ് ക്രൈസ്റ്റ്. ഒരു കാലത്ത് അദ്ദേഹത്തെ സമൂഹം കണ്ടത് സമൂഹത്തിന്റെ രീതികൾക്കെതിരെ ചലിക്കുന്ന വ്യക്തിയായിട്ടാണ്. അതായത് അല്പം അറപ്പോടെ, ദേഷ്യത്തോടെ, പ്രതിഷേധത്തോടെ ആണ് ക്രൈസ്റ്റിനെ കണ്ടിരുന്നത്. ആ കാലഘട്ടത്ത് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ
ക്രിസ്തുവിന്റെ വഴി പിന്തുടരുന്ന ആൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവജ്ഞയോടുകൂടി ആയിരുന്നിരിക്കണം ആ വാക്ക് ഉപയോഗിച്ചത്. കാലങ്ങൾക്കിപ്പുറം ജീസസ് ക്രൈസ്റ്റ് ഉയർന്ന പദവിയിലേക്ക് എത്തി. അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായി മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ജീസസ് ക്രൈസ്റ്റിന്റെ അനുയായികളായിരുന്ന വ്യക്തികളെ നമ്മൾ ആദരവോടെ ബഹുമാനത്തോടെ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വാക്കിന് ഡിസ്ഗസ്റ്റിംഗ് ആയൊരു മീനിങ്, കാലങ്ങൾക്കിപ്പുറം അതിന്റെ റെസ്പെക്റ്റബിൾ ആയൊരു മീനിങ്, ഇങ്ങനെയൊക്കെ മാറി വരാറുണ്ട് ഭാഷയുടെ ചരിത്രത്തിൽ. ഇനി നമ്മളിപ്പോ വിഫ്, WIFF, വിഫ്, പഴയ കാലത്ത് ഭാര്യ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കായിരുന്നു വിഫ്. മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. വിഫ് മാൻ, മാനിന്റെ ഭാര്യയായിരിക്കുന്ന സ്ത്രീയാണ് വിഫ് മാൻ. കാലക്രമേണ വിഫ് എന്ന വാക്ക് വൈഫ് ആയി മാറി ഭാര്യ എന്നായി, മാൻ വേണ്ടെന്നായി. എന്നിട്ട് ഈ വിഫ് മാനാണ് വുമൺ എന്നായി മാറിയിട്ട് സ്ത്രീ എന്ന അർത്ഥത്തിലേക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ വാക്കുകളുടെ പരിണാമത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമാൻറ്റിക്സ്. സിമാൻറ്റിക്സ്. അതിന് വേറൊരു വാക്കുകൂടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, സീമെസിയോളജി. ഓക്കെ, സീമെസിയോളജി എന്നാണ് വായിക്കുന്നത്, സീമെസിയോളജി. ഓക്കെ, അപ്പൊ സീമെസിയോളജി അല്ലെങ്കിൽ സിമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റഡി ഓഫ് ദ മീനിങ് ഓഫ് വേർഡ്സ് ആണ്. വാക്കുകളുടെ അർത്ഥത്തിനുണ്ടായ പരിണാമം പഠിക്കുന്നതാണ്. വാക്ക് തന്നെ എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കാൻ എറ്റിമോളജി. ആ വാക്കിന്റെ അർത്ഥം എങ്ങനെ മാറി വന്നു എന്ന് പഠിക്കാൻ സിമാൻറ്റിക്സ് അല്ലെങ്കിൽ സീമാസിയോളജി. ഇനി നമുക്ക് അടുത്തിലേക്ക് വരാം. സ്റ്റഡി ഓഫ് സൈൻസ് ആൻഡ് സിംബൽസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. സംഭവം മനസ്സിലായി കാണുമല്ലോ അല്ലെ? നമ്മൾ പണ്ട് കാലം തൊട്ടേ ഒരുപാട് സൈനുകൾ, സിംബലുകളും സൈനുകളും കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം, ഒരു സ്കൂളിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ നമ്മൾ സൈഡിൽ ഒരു ബോർഡിൽ കാണുന്നുണ്ടാവും ഒരു കൊച്ചുകുട്ടി, നിക്കർ ഉടുപ്പൊക്കെ ഇട്ട ഒരു കുട്ടിയും തോളിൽ ഒരു സ്കൂൾ ബാഗും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു പടം. അപ്പോൾ തൊട്ടു മുമ്പിൽ സ്കൂളുണ്ട്, സ്കൂൾ സോൺ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ സിംബൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ അപകടകരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചുവന്ന ലൈറ്റ് കത്തി നിൽക്കും, അത് അപകടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി ഇതിന്റെയൊക്കെ അപ്പുറത്ത് സൈനുകളിലൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു വലിയ സിസ്റ്റം ഉണ്ട്, സീമഫോർ എന്ന് പറയുന്ന സിസ്റ്റം. സീമഫോർ അതിൽ ഉപയോഗിക്കുന്ന കുറെ ഹാൻഡ്സ് ആണ്. ഈ ഹാൻഡ്സ് ഒരു മെഷീൻ, ഒരു വലിയ തൂണിന്റെ മുകളിൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന ഒരു മെഷീൻ, അതിന് കുറച്ച് ഹാൻഡ്സ് ഉണ്ട്, ലിവറുകളുണ്ട്. ആ ലിവറുകൾ ഓരോ പൊസിഷനിലേക്ക് മാറ്റി വയ്ക്കുമ്പോഴും അതിന് ഓരോ മീനിങ് ആണ്, ഓരോ വേർഡിന്റെ സിമ്പിൾ ആവും. ഇത് ടവർ ടു ടവർ, ഒരുപാട് ദൂരെയുള്ള ടവറിലിരിക്കുന്ന ആള് ഇത് ഏത് പൊസിഷനിലാണ് വെച്ചേക്കെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് തന്റെ ടവറിലെ പൊസിഷൻ കറക്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് ഈ വാക്കുകൾ പോയിക്കൊണ്ടേയിരിക്കും. ഇതുപോലെയൊക്കെ ചെയ്യുന്ന സീമഫോർ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ഇതുപോലുള്ള സിസ്റ്റംസ് ഒക്കെ എന്തിന്റെ ഭാഗമാണ്? സൈനുകൾ ഉപയോഗിച്ചുള്ള ആശയവിനിമയ രീതിയുടെ ഭാഗമാണ്. ഓക്കെ, ഇത്തരത്തിൽ സൈനുകൾ ഉപയോഗിച്ചുള്ള ആശയവിനിമയ രീതിക്ക് നമ്മൾ പറയുന്ന പേരാണ് സിമിയോട്ടിക്സ്. സിമിയോട്ടിക്സ്. ഓക്കെ, അപ്പൊ അതിനെങ്ങനെയാണ് പറയേണ്ടത്? സ്റ്റഡി ഓഫ് സൈൻസ് ആൻഡ് സിംബൽസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സൈനുകളുടെയും സിംബലുകളുടെയും പഠനത്തെയാണ് സിമിയോട്ടിക്സ് എന്ന് പേരിട്ട് വിളിക്കുക. സോ ദാറ്റ് ഈസ് സിമിയോട്ടിക്സ്. ഇനി നമുക്ക് അടുത്തേക്ക് വരാം. The order of arranging words in a sentence. The order of arranging words in a sentence. ഒരു ഭാഷയിൽ വാക്കുകൾ ക്രമീകരിക്കുന്നതിന് ഒരു നിയമമുണ്ട്. എവിടെ തുടങ്ങണം, ഏതൊക്കെ അറേഞ്ച് ചെയ്യണം, എവിടെ കൊണ്ടുപോയി നിർത്തണം, എന്ത് പങ്ക്ച്വേഷൻ കൊടുക്കണം, ഇതൊക്കെ പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുമുണ്ട്. ആ പേരാണ് സിൻടാക്സ്. സിൻടാക്സ്, SYNTAX. വായിക്കുന്ന സൈൻടാക്സ് എന്നല്ല, സിൻടാക്സ് എന്നാണ്. ഇപ്പോ 3-4 ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡി നമുക്ക് പഠിക്കാൻ പറ്റി. ഏതൊക്കെയാണ് എന്ന് മനസ്സിലായല്ലോ? ദ സ്റ്റഡി ഓഫ് ദി ഒറിജിൻ ഓഫ് വേർഡ്സ് ചോദിച്ചാൽ അത് എറ്റിമോളജിയാണ്. ദ സ്റ്റഡി ഓഫ് മീനിങ് ഓഫ് വേർഡ്സ് ചോദിച്ചാൽ അത് സിമാൻറ്റിക്സ് ആണ്. ഇനി ദ സ്റ്റഡി ഓഫ് സൈൻസ് ആൻഡ് സിംബൽസ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സെമിയോട്ടിക്സ് എന്നാണ്. സെമിയോട്ടിക്സ്. ഇനി അടുത്തത് ദി ഓർഡർ ഓഫ് അറേഞ്ചിങ് വേർഡ്സ് ഇൻ എ സെന്റൻസ്. ഒരു വാക്യത്തിൽ വാക്കുകൾ അടുക്കി വെക്കുന്ന രീതി. ആ രീതിയെ പറ്റി പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിൻടാക്സ് എന്ന് വിളിക്കുക. നമ്മൾ ഭാഷകളെ പൊതുവെ 2 വിഭാഗമായി തിരിക്കാറുണ്ട്. മലയാള ഭാഷയിൽ നമ്മൾ പ്രത്യയങ്ങൾ എന്നൊന്ന് ഉപയോഗിക്കുന്ന അറിയാമല്ലോ. പ്രത്യയങ്ങൾ ഏ, ക്ക്, ആൽ, ഓട്, കൊണ്ട്, നിന്ന്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ പറയുന്നവയാണ് പ്രത്യയങ്ങൾ. ഒരു കാലത്ത് ഇംഗ്ലീഷിലും ഇവ ഉണ്ടായിരുന്നു.
ഈ പ്രത്യയങ്ങളുടെ ഇംഗ്ലീഷ് പദമാണ് ഇൻഫ്ലെക്ഷൻ. നിങ്ങൾ ഇതുവരെ മാത്രം നോക്കിയാൽ മതി, ഇൻഫ്ലെക്ഷൻ. അപ്പോൾ ഇൻഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വിഭക്തി പ്രത്യയമാണ്. ചില ഭാഷകളിൽ അർത്ഥത്തെ നിയന്ത്രിക്കുന്നത്, മീനിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് പൂർണ്ണമായും ഈ പ്രത്യയങ്ങളായിരിക്കും. അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നയാളാണോ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നയാളാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങൾ കൊണ്ടാണ്. ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ഭാഷകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫ്ലെക്ഷണൽ ലാംഗ്വേജസ്. ഇൻഫ്ലെക്ഷണൽ ലാംഗ്വേജസ്. നമ്മുടെ മലയാളം ഒരു ഇൻഫ്ലെക്ഷണൽ ലാംഗ്വേജ് ആണ്. ഈ തന്നിരിക്കുന്ന വാക്യം നോക്കിയേ, രാമൻ രാവണനെ കൊന്നു. ഈ വാക്യത്തിന്റെ അർത്ഥത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് രാവണനെ, ആ നെ എന്ന പ്രത്യയമാണ്, എ എന്ന പ്രത്യയമാണ്. ഈ പ്രത്യയം അവിടെ ഇല്ലെങ്കിൽ ഈ വാക്യത്തിന്റെ അർത്ഥം വ്യക്തമാകില്ല. പ്രത്യയം അവിടെ ഉള്ളിടത്തോളം വാക്കുകളുടെ ക്രമത്തിന് യാതൊരു പ്രസക്തിയുമില്ല. വാക്കുകൾ നിങ്ങൾ എങ്ങനെ മാറ്റിയും തിരിച്ചും എഴുതിയാലും അതിന്റെ ആശയം എപ്പോഴും ഒരുപോലെ കിട്ടുകയും ചെയ്യും. ഇതേ നോക്കിയേ, രാമൻ രാവണനെ കൊന്നു. രാമൻ കൊന്നു രാവണനെ. രാവണനെ രാമൻ കൊന്നു. കൊന്നു രാമൻ രാവണനെ. ഇതിലെങ്ങനെ പറഞ്ഞാലും കൊല്ലുന്നത് രാമനായിരിക്കും, മരിക്കുന്നത് രാവണനായിരിക്കും. അത് തെറ്റിപ്പോകാതെ നോക്കുക എന്ന ധർമ്മമാണ് എ എന്ന ഇൻഫ്ലെക്ഷന് ഈ വാക്യത്തിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന മലയാളം പോലുള്ള ഭാഷകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലെക്ഷണൽ ലാംഗ്വേജ്. ഇൻഫ്ലെക്ഷൻസ് ആണല്ലോ അർത്ഥം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിൻടാക്സിന്, പദങ്ങളുടെ ക്രമത്തിന് ഇവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന് കൂടി ഓർക്കണം. ഇനി നമുക്ക് അടുത്തിലേക്ക് വരാം. ഇംഗ്ലീഷ്. ഇതിലെ ഒരു വാക്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, രാമ കിൽഡ് രാവണ. രാമ കിൽഡ് രാവണ. നമുക്ക് ഈ വാക്യം വായിക്കുമ്പോഴറിയാം രാമനാണ് കൊന്നത്, രാവണനാണ് മരിച്ചത്. കൊല്ലുക എന്ന പ്രവൃത്തിയാണ് രാമൻ ചെയ്തത്. ഇതെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാവും. എന്നാൽ ഈ വാക്യത്തിൽ രാവണ എന്ന വാക്കിനെ രാമ എന്ന വാക്കിന് പകരം വെച്ചാൽ, അതായത് മലയാളം നമ്മൾ പറഞ്ഞതുപോലെ തിരിച്ചു പറഞ്ഞാൽ രാവണ കിൽഡ് രാമ എന്നാവും. അപ്പോൾ എന്ത് സംഭവിക്കും? കൊന്നത് രാവണനും മരിച്ചത് രാമനുമാകും. അതായത് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിന് വിപരീതമായ അർത്ഥത്തിലേക്ക് വാക്യം മാറിപ്പോകും. ഇവിടെ നമ്മൾ എങ്ങനെ അർത്ഥം എടുക്കുന്നത്? ആക്റ്റീവ് വോയിസിൽ ഒരു വാക്യം തന്നിരുന്നാൽ അതിലെ വെർബിന്റെ ഇടതുവശം നിൽക്കുന്ന ആൾ ആ പ്രവൃത്തി ചെയ്തു എന്നും വെർബിന്റെ വലതുവശം നിൽക്കുന്നയാൾ ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചു എന്നുമാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്നത്. അതായത് ഇവിടെ പദങ്ങളുടെ ക്രമമാണ് അർത്ഥത്തെ നിയന്ത്രിക്കുക. സിൻടാക്സ് ആണ് അർത്ഥത്തെ നിയന്ത്രിക്കുക. സിൻടാക്സ് തെറ്റിയാൽ അർത്ഥം പൂർണ്ണമായിട്ടും തെറ്റിപ്പോകും. ഇങ്ങനെ വരുന്ന ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിൻടാക്റ്റിക് ലാംഗ്വേജ്. സിൻടാക്റ്റിക് ലാംഗ്വേജ്. ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഏതെങ്കിലും ആൾക്കാർ ഈ അടുത്ത കാലത്തായിട്ട് പലരും ഈ സിമിയോട്ടിക്സും സിമാൻറ്റിക്സും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് അതിന്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ എന്തോ ഇതൊക്കെ മറ്റ് തലങ്ങളിലേക്ക്, ഗ്രാമറൊക്കെ വിട്ട് മറ്റ് തലങ്ങളിലേക്ക്, ലിംഗ്വിസ്റ്റിക്സിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒരു പക്ഷേ അവരാരെങ്കിലും ചോദിച്ചാൽ ഓർത്തിരിക്കണം, ഇംഗ്ലീഷ് ഒരു സിൻടാക്റ്റിക് ലാംഗ്വേജ് ആണ്. കാരണം പദക്രമം കൊണ്ട് അർത്ഥം നിയന്ത്രിക്കുന്ന ഭാഷയാണത്. എന്നാൽ മലയാളം എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലെക്ഷണൽ ലാംഗ്വേജ് ആണ്. കാരണം എന്താ? അതിനകത്ത് പദക്രമത്തിനല്ല പ്രാധാന്യം, പകരം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഫ്ലെക്ഷൻസിനാണ്. അപ്പോൾ രണ്ട് തരം ഭാഷ, ഇൻഫ്ലെക്ഷണൽ ലാംഗ്വേജും സിൻടാക്റ്റിക് ലാംഗ്വേജും. ആൻഡ് ഇംഗ്ലീഷ് ഈസ് എ സിൻടാക്റ്റിക് ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ പദങ്ങളുടെ ക്രമത്തിന് പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമായി അല്ലേ? ഇനി നമുക്ക് എന്താണ് ഈ പ്രാധാന്യം, നമുക്ക് ആവശ്യമുള്ള പദക്രമം എന്താണ് എന്ന് നോക്കാം. ബോർഡിൽ കാണുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ഇംഗ്ലീഷ് ഒരു സിൻടാക്റ്റിക് ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞു. ഇതിലേറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് സ്ട്രക്ചർ ഉള്ളവയാണ്. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ പഠിച്ചതാണ്. അവിടെ എന്താണ് സ്റ്റേറ്റ്മെന്റ് സ്ട്രക്ചർ എന്നൊക്കെ വ്യക്തമായി നമ്മൾ പഠിച്ചതാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇംഗ്ലീഷിലെന്നല്ല, ഏത് ഭാഷയിലും അത് അങ്ങനെ തന്നെയാണ്. ഇവിടെ ആദ്യം വന്നിരിക്കുന്ന വാക്ക് ഒരു സബ്ജക്റ്റ് ആയിരിക്കും. നോർമലി നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും ആദ്യം ഉപയോഗിക്കുന്നത് ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ഈ സബ്ജക്റ്റിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഓക്സിലറി വെർബിനെ പ്ലേസ് ചെയ്യും.
ഈ ഓക്സിലറി വെർബുകളുടെ ഒരു നിര അവസാനിച്ച് കഴിഞ്ഞാൽ എത്ര ഓക്സിലറി വെർബ് ഉണ്ടോ അതിന്റെ മുഴുവൻ സീക്വൻസ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ അതിന് വലതുവശത്തായിട്ട് വെർബ് പ്ലേസ് ചെയ്യും. ഈ വെർബും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഐറ്റത്തെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം സബ്ജക്റ്റിന്റെ റൈറ്റ് സൈഡിൽ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് വെർബ്, അതും കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്. ഈ സിന്റാക്സ് ആണ് നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ സിന്റാക്സ് ഓർ പ്ലെയിൻ സിന്റാക്സ്. നോർമൽ സിന്റാക്സ് ഓർ പ്ലെയിൻ സിന്റാക്സ്. എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ, നമുക്കിപ്പോൾ സാധാരണ ഇതിൽ പറയാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴെന്ന് മറ്റ് സിറ്റുവേഷൻസും ഉണ്ട്. ഇത്തരം ചില സിറ്റുവേഷൻസിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ ഓക്സിലറി വെർബിനെ സബ്ജക്റ്റിന്റെ ഇടത് ഭാഗത്തേക്ക് മാറ്റി നമ്മൾ എഴുതും. കണ്ടല്ലോ, ഈ വാക്യത്തിൽ ഹി ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഹി എന്ന സബ്ജക്റ്റിന്റെ വലതു ഭാഗത്താണ് ഈസ് എന്ന ഓക്സിലറി വെർബ് നമ്മൾ എഴുതിയത്. എന്നാൽ ഇതിനെ ചോദ്യമാക്കി മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയേ. ഈസ് എന്ന ഓക്സിലറി വെർബ് ഹി എന്ന സബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറി. അതായത് ഓക്സിലറി വെർബ് സബ്ജക്റ്റിന്റെ വലതു ഭാഗത്തിരുന്നപ്പോ നോർമൽ സിന്റാക്സ് ആയിരുന്നു. ചോദ്യമുണ്ടാക്കിയപ്പോ ഈ ഓക്സിലറി വെർബ് സബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നു. ഇങ്ങനെ മാറിയിരുന്നാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻവെർട്ടഡ് സിന്റാക്സ്. ഇൻവെർട്ടഡ് സിന്റാക്സ്. ഈ ഇൻവെർട്ടഡ് സിന്റാക്സ് ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ ഇൻവെർഷൻ എന്ന് പേരിട്ട് വിളിക്കുക. ഇൻവെർഷൻ. അപ്പോൾ എന്താണ് ഇൻവെർഷൻ എന്ന് ചോദിച്ചാൽ, പ്ലെയിൻ സിന്റാക്സ് സബ്ജക്റ്റിന്റെ വലതുവശത്ത് ഓക്സിലറി എഴുതുന്നതാണ്. അതിനു പകരം സബ്ജക്റ്റിന്റെ ഇടത് ഭാഗത്തേക്ക് മാറ്റി ഓക്സിലറി എഴുതുമ്പോഴാണ് അതിനെ ഇൻവെർഷൻ എന്ന് പേര് വിളിക്കുക. അപ്പോഴെന്താണ് ഇൻവെർഷൻ എന്ന് വ്യക്തമായല്ലോ. ആകെ മറ്റു മാറ്റങ്ങളൊന്നുമില്ല. മാറ്റം വരുന്നത് എവിടെ മാത്രമാണ്? സബ്ജക്റ്റും ഓക്സിലറി വെർബും തമ്മിലുള്ള റിലേഷൻ മാത്രം, ഓർഡർ മാത്രം മാറും. സബ്ജക്റ്റിന്റെ റൈറ്റ് സൈഡിൽ ഓക്സിലറി വന്നാൽ നോർമൽ ആണ്, തിരിച്ചു വന്നാൽ ഇൻവെർഷൻ ആവും. സബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഓക്സിലറി വന്നാൽ ഇൻവെർഷൻ ആവും. ഈ ഓക്സിലറി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, വാക്യത്തിൽ ഇത്തരത്തിലുള്ള എന്ത് മാറ്റം സംഭവിക്കുമ്പോഴും ഓക്സിലറി എടുക്കുക എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഓക്സിലറി ആണ്. വെർബ് സീക്വൻസിൽ ആദ്യം നിൽക്കുന്ന ഒരു ഓക്സിലറി ആണ്. എല്ലാത്തിനെയും കൂടെ വാരി വലിച്ചെടുത്തുകളല്ലേ. ഷീ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ വില്ലും ഹാവും ബീനും കൂടെ എടുത്ത് ഓക്സിലറി എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നില്ലായിരുന്നു. നമുക്ക് ആകെ വേണ്ടത് ഏത് മാത്രമാണ്? വിൽ എന്ന് പറയുന്ന ഫസ്റ്റ് എലിമെന്റ് മാത്രം മതി. ഇതിനെ എടുത്ത് സബ്ജക്റ്റ് ഇടത് ഭാഗത്തേക്ക് മാറ്റി എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവെർഷൻ. ഇനി നമുക്ക് ഇൻവെർഷനുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. നമുക്ക് ഈ വിഭാഗത്തിൽ 1 മുതൽ 3 വരെ ഉള്ള പോയിന്റ്സ്, പിക്ക് ഔട്ട് ദ ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ് എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അതായത് 4 ഓപ്ഷൻസ് തരും. അതിൽ 4-ൽ ഏതോ ഒരെണ്ണത്തിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റായ വാക്യം ഉണ്ടാവും. അതേത് എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി തരുന്ന വിഭാഗമാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്നത്. ഇതിനാദ്യം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒരു നോർമൽ സ്റ്റേറ്റ്മെൻറ്റിൽ സബ്ജക്റ്റിൻ്റെ വലതുവശത്താണ് ഓക്സിലറി വരേണ്ടത്. എന്നാൽ ഇതേ വാക്യത്തെ നമ്മൾ ക്വസ്റ്റ്യനാക്കി മാറ്റിയാൽ, ചോദ്യത്തെ ചോദ്യമായി തന്നെ ഉപയോഗിക്കുമ്പോൾ അതിലെപ്പോഴും ഓക്സിലറി വെർബ് സബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറുന്നതായി കാണാം. ഓക്സിലറി വെർബ് സബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അവിടെ ഇൻവെർഷൻ സംഭവിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ക്വസ്റ്റ്യനുകൾക്ക് പൊതുവെ ഇൻവെർഷൻ ഉണ്ടാവും. നമുക്ക് PSC തരുന്നൊരു ചോദ്യം നോക്കിയേ. ഈ വാക്യം ശരിയാണോ എന്നറിയണം. ദ ടീച്ചർ സെറ്റ്, എന്നിട്ട് ഇൻവെർട്ടഡ് കോമ ഇവിടെ കൊടുക്കുന്നുണ്ട്. ദ ടീച്ചർ സെറ്റ് കഴിഞ്ഞൊരു കോമയുണ്ട്, ഇൻവെർട്ടഡ് കോമയും ഉണ്ട്. തുടർന്ന് തന്നിരിക്കുന്ന വാക്യം W ക്യാപിറ്റലായിട്ട് ഓപ്പൺ ചെയ്തു. എൻഡിൽ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. അതിനർത്ഥം ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ല, പകരം ഡയറക്റ്റ് സ്പീച്ച് തന്നെയാണ് എന്നാണ്. ഡയറക്റ്റ് സ്പീച്ചാണ്. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്താ? ടീച്ചർ ചോദിച്ച ചോദ്യത്തെ ചോദ്യമായി തന്നെ ഇൻവെർട്ടഡ് കോമാസിനുള്ളിൽ എഴുതുമ്പോഴാണ് അത് ഡയറക്റ്റ് സ്പീച്ച് ആവുന്നത്. ഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യനായിട്ട് തന്നെ ഉപയോഗിക്കുകയല്ലേ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അതിൽ ഇൻവെർഷൻ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു. ഇനി നമ്മൾ വാക്യം നോക്ക്. The teacher said, why he had rejected the gift. ഇൻവെർഷൻ വന്നോ? ഇല്ല.
ഹി എന്ന സബ്ജക്റ്റിൻ്റെ വലതുഭാഗത്താണ് ഹാഡ് എന്ന ഓക്സിൽ നിൽക്കുന്നത്. ഇതൊരിക്കലും ഇൻവെർഷൻ അല്ല. ഇൻവെർഷൻ ആകണമെങ്കിൽ ഈ ഹാഡ് എന്ന ഓക്സിലറി വെർബ് ഹി എന്ന സബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറണം. വൈ ഹി ഹാഡ് റിജക്റ്റഡ് ദ ഗിഫ്റ്റ് എന്നല്ല, വൈ ഹാഡ് ഹി റിജക്റ്റഡ് ദ ഗിഫ്റ്റ് എന്നാണ് ഇവിടെ വരേണ്ടത്. എങ്കിൽ ഈ വാക്യം തെറ്റാണ് നമുക്ക് പറയാമല്ലോ. തിരുത്തി എഴുതിയാൽ എങ്ങനെ കിട്ടും? ഹി ഹാഡിന് പകരം ഹാഡ് ഹി. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ ആകും. എങ്കിൽ മാത്രമേ ഇവിടുത്തെ സിൻടാക്സ് കറക്റ്റായി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നോക്കാം. ഇവിടെ ദ ടീച്ചർ ആസ്ക്ഡ്, ഇത് കഴിഞ്ഞ് കോമയില്ല, ഇൻവെർട്ടഡ് കോമയില്ല. പകരം വൈ എന്ന വാക്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ കൊടുത്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഏറ്റവും എൻഡിൽ ക്വസ്റ്റ്യൻ മാർക്കില്ല, പകരം ഫുൾ സ്റ്റോപ്പാണ്. അതിനർത്ഥം വൈ എന്ന വാക്ക് ഇവിടെ കൺജങ്ഷനായി മാറി ഈ വാക്യം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ പഠിച്ചു, റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഭാഗമായിട്ട് പഠിച്ചൊരു കാര്യമുണ്ട്. ഏത് സെൻറ്റൻസും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊറ്റ രൂപമേ പാടുള്ളൂ, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപം, നോർമൽ സിൻടാക്സ്. അതായത് ഓക്സിലറി വെർബ് സബ്ജക്റ്റിൻ്റെ വലതുഭാഗത്ത് എഴുതി വേണം നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ചോദ്യങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ക്രമം ശരിയാണോ എന്ന് നോക്കിയേ. ദ ടീച്ചർ ആസ്ക്ഡ് വൈ, ഹാഡ് ഹി എന്നാണ് തന്നിരിക്കുന്നത്. ഓക്സിലറി വെർബ് സബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു, അതായത് ഇൻവെർഷൻ വന്നു. ഇൻവെർഷൻ വന്നാൽ ഇത് ക്വസ്റ്റ്യൻ തന്നെയാവും. റിപ്പോർട്ടഡ് സ്പീച്ചിൽ കിട്ടേണ്ടത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻ്റായി മാറണമെങ്കിൽ ഈ ഇൻവെർഷൻ ഒഴിവാക്കിക്കൊണ്ട് ഹാഡ് ഹി എന്നത് മാറ്റി ഹി ഹാഡ് എന്നാക്കി എഴുതേണ്ടി വരും. അപ്പോൾ 2 പോയിന്റ് നമ്മളിവിടെ പഠിച്ചു. ഒരു ക്വസ്റ്റ്യന് എപ്പോഴും ഇൻവെർഷൻ വേണം. എന്നാൽ ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ അതിലൊരിക്കലും ഇൻവെർഷൻ വരാനും പാടില്ല. ഇത് രണ്ടും PSC നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന രീതികളാണ്. ഈ 2 പോയിന്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ഇൻവെർഷൻ വേണം. ആ ക്വസ്റ്റ്യനെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിലൊരിക്കലും ഇൻവെർഷൻ കൊടുക്കാൻ പാടില്ല. പ്ലെയിൻ സിൻടാക്സ് ഇട്ട് മാത്രമേ എഴുതാവൂ. ഇതാണ് നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ്. ഇതിൽ നിന്ന് നമുക്ക് പങ്ക്ച്വേഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമം കൂടി പഠിക്കണം. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബോർഡിൽ നമുക്ക് 2 വാക്യങ്ങളുണ്ട്. ഈ 2 വാക്യങ്ങൾ ഫുൾ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നു. ഒരിടത്തും കുത്ത്, കോമ ഇതൊന്നുമില്ല. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടില്ല, പങ്ക്ച്വേറ്റ് ചെയ്തിട്ടില്ല. പങ്ക്ച്വേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വേണ്ടിടത്ത് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്ത്, കുത്തും കോമയും ഇൻവെർട്ടഡ് കോമയും ഒക്കെ വേണ്ടിടത്ത് അതെല്ലാം കറക്റ്റായിട്ട് കൊടുത്ത് ഈ വാക്യത്തെ റീറൈറ്റ് ചെയ്യുന്നതാണ് പങ്ക്ച്വേറ്റ് ചെയ്യൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ പങ്ക്ച്വേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നോക്കണേ, നമുക്ക് ഈ തന്നിരിക്കുന്ന വാക്യം ഷീ ആസ്ക്ഡ് എന്ന് തുടങ്ങി വൈ എന്നൊരു ക്വസ്റ്റ്യൻ വേർഡ് ചേർത്താണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം ഈ തന്നിരിക്കുന്ന ഭാഗം ഒരു ക്വസ്റ്റ്യനാണ് എന്നല്ലേ? ഇനി നമുക്ക് ഒരു കാര്യം കൂടി അറിയണം. ആ ക്വസ്റ്റ്യൻ നിൽക്കുന്നത് ഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യനായിട്ട് തന്നെയാണോ, അതോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായി മാറിയിട്ടുണ്ടോ? അതിൻ്റെ വ്യത്യാസം അറിയാലോ. ക്വസ്റ്റ്യനായി തന്നെ നിൽക്കുന്നുവെങ്കിൽ, അതായത് ഡയറക്റ്റ് സ്പീച്ചായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ വാക്യത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന ഷീ ക്യാപിറ്റൽ ആവണം, എസ് ക്യാപിറ്റൽ ആകണം. അതിനെ തുടർന്ന് ആസ്ക്ഡ് എന്ന വാക്ക് കഴിഞ്ഞ് കോമ കൊടുക്കണം. ഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ ഇൻവെർട്ടഡ് കോമ ഉണ്ടാവണം. W ക്യാപിറ്റൽ ആകണം. ടോം ഒരു പേരാണ്, അതിൻ്റെ T ക്യാപിറ്റലായിട്ട് കൊടുക്കണം. ഇനി ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ആണല്ലോ. ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇതിൻ്റെ എൻഡിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകണം. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തിരിക്കണം. ഇത്രയുമാണ് ഇതിനകത്ത് ഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ ചെയ്യേണ്ടത്. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിലോ, റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അങ്ങനെ വരുമ്പോൾ ഷീയുടെ എസ് ഇപ്പോഴും ക്യാപിറ്റലാകും. ആസ്ക്ഡ് എന്ന വാക്ക് അതുപോലെ നിൽക്കും. കോമ വേണ്ട, ഇൻവെർട്ടഡ് കോമ വേണ്ട, ഈ W സ്മോൾ ലെറ്റർ മതി. ടോം ഇപ്പോഴും പേര് തന്നെയാണ്, അപ്പോൾ T ക്യാപിറ്റലാക്കി കൊടുക്കേണ്ടി വരും. തുടർന്ന് അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, അപ്പോൾ എൻഡിൽ ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് നിർത്തിയിട്ട് ഇൻവെർട്ടഡ് കോമ ഒഴിവാക്കി നമുക്ക് ഈ വാക്യം എഴുതാം. പക്ഷെ നമുക്കറിയണം ഈ വാക്യം ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണോ അതോ ക്വസ്റ്റ്യൻ അതുപോലെ തന്നിരിക്കുന്നതാണോ എന്ന്. അതറിയാൻ നമുക്ക് മുമ്പിലൊരു വഴിയുണ്ട്.
ഇപ്പോൾ പഠിച്ച ഇൻവെർഷൻ എന്ന നിയമം അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഈ വാക്യത്തിലെ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഇൻവെർഷൻ വന്നിരിക്കും. റിപ്പോർട്ട് ചെയ്താണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിൽ ഇൻവെർഷൻ ഒരിക്കലും വരികയുമില്ല. ഇത് നോക്കിയാണ് നമ്മൾ ഇതിൻ്റെ പങ്ക്ച്വേഷൻ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് ആദ്യത്തെ വാക്യത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വാക്യത്തിൽ ഷീ ആസ്ക്ഡ് വൈ, ടോം എന്ന സബ്ജക്റ്റ് കഴിഞ്ഞ് അതിൻ്റെ വലതു ഭാഗത്താണ് വുഡ് എന്ന ഓക്സിലറി, അതായത് ഇൻവെർഷൻ വന്നിട്ടില്ല. എങ്കിൽ ഈ വാക്യം സ്റ്റേറ്റ്മെൻ്റായി നിൽക്കുകയാണ്. അതിനർത്ഥം ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ പങ്ക്ച്വേറ്റ് ചെയ്യും? ഒന്ന് ശ്രദ്ധിച്ചേ. ഷീയുടെ എസ് ക്യാപിറ്റൽ കൊടുക്കും. ആസ്ക്ഡ് എന്ന വാക്ക് അതുപോലെ നിൽക്കും. വൈയുടെ ഡബ്ല്യു സ്മോൾ ലെറ്റർ തന്നെ ആയിരിക്കും. ഇനി ടോം എന്ന വാക്ക് കണ്ടല്ലോ, അത് പേരാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം വരുന്ന ടി എന്ന അക്ഷരത്തെ ക്യാപിറ്റൽ ലെറ്ററാക്കി മാറ്റേണ്ടി വരും. എൻഡിലെത്തുമ്പോഴോ മറ്റ് മാറ്റങ്ങളൊന്നുമില്ലല്ലോ. എൻഡിലെത്തുമ്പോൾ ഇവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് ഇൻവെർട്ടഡ് കോമ കൊടുക്കാതെ ഈ സെൻറ്റൻസ് ക്ലോസ് ചെയ്യണം. നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന പോലെ ഷീ ആസ്ക്ഡ് വൈ ടോം വുഡ് റെമിറ്റ് ദി എമൗണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വാക്യം നോക്കാം. അതേ വാക്യം തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. വൈ വുഡ് ടോം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടോം ആണ് സബ്ജക്റ്റ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വുഡ് എന്ന ഓക്സിലറി നിൽക്കുന്നത്. അങ്ങനെ നിന്നാൽ ഇവിടെ ഇൻവെർഷൻ സംഭവിച്ചു എന്നർത്ഥം. ഇൻവെർഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വൈ തൊട്ട് ബാക്കി വരുന്ന ഭാഗം ക്വസ്റ്റ്യനായി തന്നെ നിൽക്കുകയാണ്. ക്വസ്റ്റ്യനായി തന്നെ നിൽക്കണമെങ്കിൽ ഇത് റിപ്പോർട്ടർ സ്പീച്ച് അല്ല, ഡയറക്റ്റ് സ്പീച്ചിൽ നിൽക്കുകയാണ്. എങ്കിൽ നമ്മൾ എങ്ങനെ പങ്ക്ച്വേറ്റ് ചെയ്യും എന്ന് നോക്കി. ഷീയുടെ എസ് ക്യാപിറ്റൽ ആക്കണം. ആസ്ക്ഡ് കഴിഞ്ഞ് ഒരു കോമ ഇടണം. ഒരു ഇൻവെർട്ടഡ് കോമ കൊടുത്തിട്ട് വൈയുടെ ഡബ്ല്യു എന്ന ലെറ്റർ ക്യാപിറ്റൽ കൊടുത്തുകൊണ്ട് ഓപ്പൺ ചെയ്യണം. ഇനി മുന്നോട്ട് പോകുമ്പോൾ വുഡ് ടോം, അവിടെ ടോം എന്നത് പേരാണ്, അതിൻ്റെ ടി ഇപ്പോഴും ക്യാപിറ്റൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ബാക്കി ഭാഗത്തേക്ക് വരുമ്പോൾ റെമിറ്റ് ദി എമൗണ്ട്, അവിടെ കൊണ്ട് ക്വസ്റ്റ്യൻ അവസാനിക്കുകയാണ്. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ട് ഇൻവെർട്ടഡ് കോമ കൊടുത്ത് ക്ലോസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എപ്പോഴും ഒരു വാക്യത്തിൻ്റെ പങ്ക്ച്വേഷൻ മാർക്ക് മീൻസ് ആ വാക്യത്തിൻ്റെ ടോണിനെ സൂചിപ്പിക്കുന്ന പങ്ക്ച്വേഷൻ, അത് ആ വാക്യത്തിൻ്റെ തന്നെ ഭാഗമാണ്. ആ ടോണിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വാക്യത്തിൻ്റെ തന്നെ ഭാഗമായി നിന്നുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ആ പങ്ക്ച്വേഷൻ മാർക്ക് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എപ്പോഴും ഇൻവെർട്ടഡ് കോമയിട്ട് ക്ലോസ് ചെയ്യാവൂ. പലപ്പോഴും ചോദിക്കുമ്പോൾ അവർ ചെയ്യുന്നത് ഈ ഭാഗം തിരിച്ചിടും. എമൗണ്ട് എന്ന് കഴിഞ്ഞ് ഇൻവെർട്ടഡ് കോമയിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് കൊണ്ടുപോയി ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. ഇവിടെ നോക്കിയേ, അവൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ചോദ്യത്തിൻ്റെ ഭാവം കൊടുക്കാൻ ഉപയോഗിക്കുന്ന അടയാളമാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അതും കൂടി അവളുടെ ചോദ്യത്തിനകത്തുള്ളതാണ്. അവളുടെ ചോദ്യം മൊത്തത്തിലാണ് നമ്മൾ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിലാക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കും കൂടി എവിടെ തന്നെ വന്നിരിക്കണം? ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ തന്നെ വന്നിരിക്കണം. ഇതാണ് ഈ രീതിയിൽ നമ്മൾ പങ്ക്ച്വേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഐഡിയ ക്ലിയർ ആയല്ലോ? എങ്കിൽ നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് വരാം. നമുക്കിപ്പോൾ ബോർഡിൽ കാണുന്ന വാക്യങ്ങൾ നോക്കാം. രാഹുൽ സെഡ് ഹൗ സാഡ് ഈസ് ഷീ. എൻഡിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. ഇത് ഞാൻ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ ഭാഗത്ത് പറഞ്ഞു തന്ന പോയിൻ്റാണ്. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം സബ്ജക്റ്റ് വരും, രണ്ടാമത് വെർബ് വരും, എൻഡിലായിരിക്കും എപ്പോഴും ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ. അതിൻ്റെ ബാക്കി ക്രമങ്ങളെല്ലാം അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഒബ്ജക്റ്റിനെ എടുത്ത് ആദ്യം എഴുതുമ്പോഴാണ് അത് എക്സ്ക്ലമേറ്ററിയായി മാറുന്നത്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണേ, സബ്ജക്റ്റിൻ്റെ വലതുവശത്ത് വെർബ്, എൻഡിലാണ് ഒബ്ജക്റ്റ് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റിന്. ഈ ക്രമം അതുപോലെ റിവേഴ്സ് ചെയ്താൽ എക്സ്ക്ലമേറ്ററി കിട്ടില്ല. പകരം ചെയ്യേണ്ടത് എൻഡിൽ നിൽക്കുന്ന ഒബ്ജക്റ്റിനെ എടുത്ത് അത് മാത്രം കൊണ്ടുവന്ന് ആദ്യം വയ്ക്കണം.
അപ്പോഴും ഈ സബ്ജക്റ്റും വെർബും നിൽക്കുന്ന ക്രമത്തിന് ഒരു മാറ്റവും വരാൻ പാടില്ല. സബ്ജക്റ്റിൻ്റെ വലതുവശത്ത് തന്നെയാണ് ഇപ്പോഴും വെർബ് പ്ലേസ് ചെയ്യേണ്ടത്. എങ്കിൽ ഈ തന്നിരിക്കുന്ന വാക്യത്തിൽ എന്താണ് തെറ്റ് എന്ന് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. രാഹുൽ സെഡ്, അതൊക്കെ അവിടെ കിടന്നോട്ടെ, കാര്യം ഡയറക്റ്റ് സ്പീച്ച് ആയതുകൊണ്ട് സെഡ് ഒന്നും കറക്റ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഇനി ബാക്കി ഹൗ സാഡ് ഈസ് ഷീ, ഹൗ സാഡ് ഒബ്ജക്റ്റ്, ഈസ് വെർബ്, ഷീ സബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റ് വെർബ് സബ്ജക്റ്റ് എന്ന് ഇതുപോലെ റിവേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വന്നാൽ ഒരിക്കലും എക്സ്ക്ലമേറ്ററി കിട്ടില്ല. എക്സ്ക്ലമേറ്ററി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യ സ്ഥാനത്തേക്ക് ഒബ്ജക്റ്റ് കൊണ്ടുവരികയും സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ക്രമം, സിൻടാക്സ്, ഓർഡർ അത് മാറ്റാതിരിക്കുകയും ചെയ്യണം. അപ്പോഴെങ്ങനെയാണ് വരേണ്ടത്? ഹൗ സാഡ് ഷീ ഈസ് എന്ന് പറഞ്ഞാൽ മാത്രമേ അതൊരു ക്വസ്റ്റ്യൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിട്ട് മാറും. ഇപ്പോൾ ബോർഡിൽ കാണുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ഇവയെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്ക് പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ നെഗറ്റീവ് വേർഡ്സ് എന്ന ടൈറ്റിലിൽ ഞാൻ ഇത്രയും വാക്കുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. ഈ വാക്കുകളെ എല്ലാം ഞാൻ ഇപ്പോഴെടുക്കുന്നില്ല. പകരം ബോക്സ് ചെയ്തേക്കുന്ന ഏതാനും എണ്ണത്തെ മാത്രം എടുക്കുന്നു. നെവർ ഉണ്ട്, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, റെയർലി, സെൽഡം. ഇത്രയും വാക്കുകളാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ കൂടി നമ്മൾ ഇനി എടുക്കും, നോർ എന്ന് പറയുന്ന വാക്ക്. ഇതിനെ നമുക്ക് കുറേ കൂടെ പ്രത്യേകതകളോടുകൂടി പഠിക്കേണ്ടതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തുന്നത്. നമുക്കിപ്പോൾ തൽക്കാലം ഇത്രയും വാക്കുകൾ മതി. ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിൽ, അതായത് ഒന്നോ രണ്ടോ വാക്കുകൾ കഴിഞ്ഞ് സെൻറ്റൻസിൻ്റെ അകത്ത് വരത്തക്ക രൂപത്തിൽ ഈ പദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് തികച്ചും സാധാരണമാണ്. ഇത്തരം വാക്കുകളൊക്കെ ഒരു സെൻറ്റൻസിന് അകത്ത് വെച്ച് ഉപയോഗിക്കുന്ന സാധാരണമായിട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും അങ്ങനെ എഴുതാറുണ്ട്. ഒരു ഉദാഹരണം നോക്കിയേ. ഹീ വുഡ് നെവർ കെയർ ഫോർ ദ ചൈൽഡ്. ഇവിടെ ഹീ വുഡ് കഴിഞ്ഞ് വാക്യത്തിൻ്റെ ഉള്ളിലായിട്ട് നെവർ എന്ന നെഗറ്റീവ് വേർഡ് വരുന്നുണ്ട്. അതുപോലെ ഷീ ഹാഡ് ഹാർഡ്ലി ഫിനിഷ്ഡ് ദർ ലഞ്ച്. അവിടെ ഹാർഡ്ലി എന്ന സെമി നെഗറ്റീവ് വേർഡ് എടുത്ത് സബ്ജക്റ്റും ഓക്സിലറി വെർബും കഴിഞ്ഞ് സെൻറ്റൻസിൻ്റെ ഉള്ളിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇതിൽ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഓക്സിലറി വെർബിൻ്റെ വലതുവശത്താണ് മിക്കവാറും നെഗറ്റീവ് വേർഡ്സ് വരാറുള്ളത് എന്ന് മാത്രമേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ ഈ വാക്യങ്ങൾക്ക് നിലവിൽ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടല്ലോ. ആ നെഗറ്റീവ് ഇഫക്റ്റിനെ കുറേ കൂടെ ഒന്ന് ഇൻറ്റൻസിഫൈ ചെയ്യാൻ, കുറേ കൂടെ ഒന്ന് തീവ്രമാക്കാൻ, വാക്യത്തെ കുറച്ചുകൂടെ അങ്ങ് നെഗറ്റീവാക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ് വാക്യത്തിനുള്ളിലിരിക്കുന്ന നെഗറ്റീവ് വേർഡിനെ അവിടെ നിന്ന് എടുത്തു മാറ്റി സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ പ്ലേസ് ചെയ്യുക എന്നത്. ഒന്നുകൂടെ പറയാം. ഈ വാക്യത്തിന് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. ആ നെഗറ്റീവ് ഇഫക്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ സെൻറ്റൻസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന നെവർ എന്ന നെഗറ്റീവ് വേർഡ് എടുത്തുകൊണ്ട് വന്ന് വാക്യത്തിൻ്റെ തുടക്കത്തിൽ വയ്ക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യും. ഞാനിപ്പോൾ ആ നെവർ എന്ന വാക്ക് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നെവർ എന്ന വാക്ക് അകത്ത് നിന്നതാണ്. അതിനെ കൊണ്ടുവന്ന് തുടക്കത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ, അതായത് നെഗറ്റീവ് വേർഡിനെ സെൻറ്റൻസിനകത്ത് നിന്ന് തുടക്കത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ നെഗറ്റീവ് വേർഡ് വാക്യത്തിൻ്റെ ഓക്സിലറി വെർബ്, എപ്പോഴും ഫസ്റ്റ് ഓക്സിലറി കഴിഞ്ഞായിരിക്കും ഈ കക്ഷി ഇരിക്കുന്നത്. ആ നെഗറ്റീവ് വേർഡ് വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഓക്സിലറി, അതായത് ഫസ്റ്റ് ഓക്സിലറി, ഈ ഓക്സിലറിയെ കൂടി അതിനൊപ്പം ഇഞ്ഞ് കൊണ്ടുപോരും. അതായത് നെവർ ഇവിടെ നിന്ന് വരുമ്പോൾ ഒരു കൈ കൊണ്ട് ഉഡിനെ കൂടെ പിടിച്ചേക്കും. നെവറിനെ വലിച്ച് ആദ്യം കൊണ്ടുവയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉഡ് എന്ന ഓക്സിലറി വെർബും തുടക്കത്തിലേക്ക് വരും. അപ്പോൾ വാക്യത്തിൻ്റെ തുടക്കം എന്തായി എന്ന് മനസ്സിലായോ? അത് നെവർ വുഡ് എന്നായി മാറി. നെവർ വുഡ്. ഇനി നമുക്ക് വേണ്ട എന്താ? നെവർ ഇവിടേക്ക് വന്നു, വുഡ് ഇവിടേക്ക് വന്നു. ഇനി വാക്യത്തിൽ ഹീ എന്ന സബ്ജക്റ്റ് ഉണ്ട്, കെയർ ഫോർ ദ ചൈൽഡ് എന്ന് പറയുന്ന ബാക്കി ഭാഗമുണ്ട്, മെയിൻ വെർബും അതിൻ്റെ ഒബ്ജക്റ്റും ഉണ്ട്. ഇത്രയും ഭാഗങ്ങളെ കൂടി ക്രമം തെറ്റാതെ ഈ വാക്യത്തിൻ്റെ ഭാഗമായിട്ട് എഴുതണം. അതായത് ഹീ എന്ന സബ്ജക്റ്റ് ഒഴിവാക്കാനൊന്നും പാടില്ല. ഓക്സിലറി വെർബ് തുടക്കത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഭാഗം മുഴുവൻ വാക്യത്തിൻ്റെ ഭാഗമായിട്ട് എഴുതുക തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കൊന്ന് എഴുതി നോക്കാം. ഇപ്പോഴാ വാക്യത്തിന് എന്ത് മാറ്റം വന്നു നോക്കിയേ. നെവർ
വുഡ് ഹീ കെയർ ഫോർ ദ ചൈൽഡ്. ഞാൻ വേറെ രീതിയിലാണ് പറഞ്ഞു വന്നത്. നെവറിൽ തുടങ്ങി ഓക്സിലെടുത്ത് ആദ്യം വെച്ചു, പിന്നെ വാക്യത്തിൻ്റെ ബാക്കി ഭാഗം എഴുതണം എന്ന് പറഞ്ഞു. ഇപ്പോഴെന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. ഈ വാക്യത്തിൽ ഹീ വുഡ് എന്നല്ലേ തന്നിരുന്നത്, അത് തിരിഞ്ഞു വന്നിട്ട് വുഡ് ഹീ എന്നായി മാറിയത് കണ്ടോ. അതായത് സബ്ജക്റ്റിൻ്റെ ഇടതു ഭാഗത്തേക്ക് ഓക്സിലി മാറി. ഇങ്ങനെ മാറിയാൽ അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇൻവെർഷൻ. അതായത് ഇവിടെ ഇൻവെർഷൻ സംഭവിച്ചു. സെയിം തന്നെയാണ് അടുത്ത വാക്യത്തിലും സംഭവിക്കുന്നത്. നോക്കിയേ, ഷീ ഹാഡ് ഹാർഡ്ലി ഫിനിഷ്ഡ് ലഞ്ച്. ഹാർഡ്ലി എന്ന നെഗറ്റീവ് വേർഡ് സെൻറ്റൻസിന് ഉള്ളിലിരിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ. നമ്മൾ ഈ ഹാർഡ്ലിയെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും ഹാഡ് എന്ന ഓക്സിലറി വെർബ് കൂടെ വരും. അപ്പോൾ ഹാർഡ്ലി ഹാഡ്. ഇനി ബാക്കി എന്തായി? ഷീ ഫിനിഷ്ഡ് ഹർ ലഞ്ച്. അതും കൂടി എഴുതി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഹാർഡ്ലി ഹാഡ് ഷീ ഫിനിഷ്ഡ് ഹർ ലഞ്ച്. ഹാഡ് ഷീ. ഒരിക്കൽ കൂടി ഇൻവെർഷൻ വന്നു എന്ന് വ്യക്തമായല്ലോ. നമുക്കിതിനെ ഒരു റൂളായിട്ട് ഇങ്ങനെ ഓർത്തിരിക്കാം. ഒരു നെഗറ്റീവ് വേർഡിൽ ഒരു സെൻറ്റൻസ് ഓപ്പൺ ചെയ്താൽ അതിൽ ഇൻവെർഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരിക്കൽ കൂടി ആലോചിക്കുക. ഒരു നെഗറ്റീവ് വേർഡ് വാക്യത്തിൻ്റെ തുടക്കത്തിൽ വെച്ചുകൊണ്ട് ആരംഭിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഇൻവെർഷൻ കൊടുക്കണം. നെവർ ഹീ വുഡ് എന്നൊരിക്കലും പറയില്ല, നെവർ വുഡ് ഹീ. നെവർ ഹീ വുഡ് അല്ല, നെവർ വുഡ് ഹീ. ഇതുപോലെയാണ് നമ്മൾ ഇൻവെർഷൻ എന്ന് പറയുന്ന റൂള് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് നമ്മൾ ഈ നോ വൺ നോബഡി നത്തിങ്ങിനൊക്കെ ഈ നിയമം പറയാത്തത്? ശ്രദ്ധിക്കണേ, നോ വൺ നോബഡി നത്തിങ് ഒക്കെ വാക്യത്തിൻ്റെ തുടക്കത്തിൽ വരാറുണ്ട്, അത് സത്യമാണ്. ഒരു ഉദാഹരണത്തിന്, നോ വൺ വിൽ കം ഹിയർ ടുഡേ. നോ വൺ വിൽ കം ഹിയർ ടുഡേ. ഈ വാക്യത്തിലെ സബ്ജക്റ്റ് ആരാ? നോ വൺ തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ ഇൻവെർഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾ സബ്ജക്റ്റ് എടുത്ത് ഇൻവെർഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിൽ നോ വൺ എന്നാവും. അപ്പോൾ നോ വൺ എന്ന വാക്ക് നെഗറ്റീവ് വേർഡ് അകത്ത് പോയി, ഇൻവെർഷൻ വേണ്ടല്ലോ. ഇനി നോ വൺ എന്ന വാക്കെടുത്ത് തുടക്കത്തിൽ വെച്ചു, അപ്പം നോ വൺ എന്ന സബ്ജക്റ്റ് അല്ലേ തുടക്കത്തിൽ വന്നത്, വേറെ സബ്ജക്റ്റ് വാക്യത്തിൽ ഇല്ലല്ലോ. അപ്പം ഇൻവെർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്, അതായത് നോ തുടക്കത്തിൽ വരാം, നോ വൺ നോബഡി നത്തിങ്ങും നണ്ണും നെയ്തറും ഒക്കെ തുടക്കത്തിൽ വരാം, ഫ്യൂവും തുടക്കത്തിൽ വരാം. ഇവ ഏത് വന്നാലും ഇവ സബ്ജക്റ്റിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ പിന്നെ മറ്റൊരു സബ്ജക്റ്റ് ആ വാക്യത്തിൽ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഇവ വരുമ്പോൾ ഇൻവെർഷൻ സംഭവിക്കാത്തത്. നമുക്ക് ആലോചിച്ച് നോക്കാം. ഫ്യൂ പീപ്പിൾ പെയ്ഡ് ദ ബിൽ. ഫ്യൂ പീപ്പിൾ പെയ്ഡ് ദ ബിൽ. അവിടുത്തെ സബ്ജക്റ്റ് ഏതാ? ഫ്യൂ പീപ്പിൾ ആണ്. പിന്നെ നമുക്ക് എങ്ങനെ അത് ഇൻവെർട്ട് ചെയ്യാൻ പറ്റും? ഫ്യൂ പീപ്പിൾ എന്ന നെഗറ്റീവ് വേർഡ് തന്നെയല്ലേ സബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻവെർഷൻ അവിടെ ഒരിക്കലും ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വാക്കുകളെ ഞാൻ ഒഴിവാക്കിപ്പോയത്. ഇപ്പോൾ കാര്യം വ്യക്തമായല്ലോ. ഇനി ഈ ഒരു ലെസൺ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് എന്ന് കരുതി ഇതിൻ്റെ ബാക്കിയായി വരുന്ന ഒരു ലെസൺ കൂടിയുണ്ട്. അത് ഇന്ന് തന്നെ, രാവിലെയാണ് ഇത് കണ്ടതെങ്കിൽ വൈകിട്ട് മതി, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇന്ന് തന്നെ അതിൻ്റെ ബാക്കി ഭാഗം കൂടി കാണണം, കണ്ട് തീർത്തിരിക്കണം.